ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഐ എം അനന്തു അജി, 26 വയസ്സ്. ഇന്ന് 2025 സെപ്റ്റംബർ 8. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഈ കുറിപ്പ് ഇതെൻ്റെ മരണമൊഴിയാണ്. എന്നെ ജീവൻ എടുക്കുന്നതിൻ്റെ കാരണം ഒരു പ്രണയ നൈരാശ്യമോ തീർക്കാൻ പറ്റാത്ത കടങ്ങളോ അല്ല. നിങ്ങളിത് വായിക്കുമ്പോഴേക്കും ഞാൻ മരിച്ചിട്ടുണ്ടാകും. ആങ്സൈറ്റിയും ഡിപ്രഷനും കാരണം എനിക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. എനിക്കെൻ്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കാര്യങ്ങൾ മറന്നുപോകുന്നു. ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ആരോടും ദേഷ്യമില്ല, ഒരാളും ഒരു സംഘടനയും ഒഴിച്ച്. ആ സംഘടനയുടെ പേര് RSS, രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. ഒരു 15 സ്ക്രീൻഷോട്ടിലൂടെ നമ്മൾ കണ്ടത് ഒരാളുടെ 26 വർഷത്തെ നരക ജീവിതമാണ്. അനന്തു അജി ഇത്രയും നാൾ എവിടെയായിരുന്നു ഇവൻ? ലൈംഗികാതിക്രമത്തിന് ഇരയായെങ്കിൽ അയാളുടെ പേര് ഇവൻ എങ്ങനെ മറന്നു? ആർക്ക് വേണ്ടിയാണ് അവൻ ഇത് ചെയ്തത്? മരണപ്പെട്ട ശേഷവും സമൂഹമാധ്യമ കോട്ടുകളിൽ അനന്തുവിന്റെ വിചാരണ തുടരുന്നു. തെളിവെവിടെയെന്ന് ചോദ്യം. ഇതാ മരണപ്പെട്ട ഒരാൾ തന്നെ മുൻപ് ഷെഡ്യൂൾ ചെയ്തു വെച്ച പോസ്റ്റുകളിലൂടെയും വീഡിയോകളിലൂടെയും വന്ന് ആരാണ് കുറ്റക്കാർ എന്ന് പറയുന്നു, ഒരു വാക്കുപോലും വിടാതെ. 26 വർഷത്തെ ജീവിതം അവൻ ഏതാനും പേജുകളിൽ ഒതുക്കി നിശബ്ദമായി പോയിരിക്കുന്നു. ഇനിയെല്ലാം നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. അനന്തുവിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് നോക്കാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. കൃത്യം ഒരാഴ്ച മുൻപാണ് ആ പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതൊരു ഷെഡ്യൂൾഡ് പോസ്റ്റായിരുന്നു. അതായത് സെപ്റ്റംബർ 8 എഴുതിയ കുറിപ്പ് പൊതുജന മധ്യത്തിലേക്ക് എത്തുന്നത് ഒക്ടോബർ 9 ഒട്ടും രസകരമല്ലാത്തൊരു കുറിപ്പ്. അത് വായിച്ചാലും ഇല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ലെന്ന് എഴുത്തുകാരൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വായിച്ചു തുടങ്ങിയവർക്ക് അത് പൂർത്തിയാക്കാതെ മടങ്ങാൻ കഴിഞ്ഞില്ല. ഓരോ വാക്കും ഓരോ വാചകങ്ങളും അത്രയേറെ വേദന നിറച്ചത്, മനസ്സിനെ അത്രയും ഡിസ്റ്റർബ് ആക്കുന്ന ഒന്ന്. ഒരുപക്ഷെ മിക്കവരും ആരെങ്കിലും ഷെയർ ചെയ്ത സ്റ്റോറി വഴിയാകും അവിടേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവുക. അനന്തു അജി എന്ന കോട്ടയംകാരൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എഴുതിയ മരണക്കുറിപ്പ്. പൊൻകുന്നം എലിക്കുളം വഞ്ചിമല സ്വദേശിയാണ് അനന്തു. അതിനപ്പുറം വേറെ വിവരങ്ങളൊന്നും അവന്റെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടെത്താനാവില്ല. പക്ഷെ കുറച്ച് പേജുകളിൽ ജീവൻ ഒടുക്കുന്നതിന് മുൻപ് വരെയുള്ള അനന്തുവിന്റെ ജീവിതം കൺമുന്നിലെന്ന പോലെ കാണാനാകും നമുക്ക്. അതിന്റെ ഭീകരത എത്രത്തോളമെന്ന് അനുഭവിക്കാനും കഴിയും. അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് അമ്മയും അനിയത്തി അമ്മുവുമാണ്. അവരോട് ക്ഷമ പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പ് തുടങ്ങുന്നതും. അമ്മയും അമ്മുവും മുത്തശ്ശിയും മുത്തച്ഛനും അടങ്ങുന്ന കുടുംബം. അച്ഛൻ നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു. ജീവിതത്തിലെ നല്ല കാര്യങ്ങളെന്ന് അനന്ത് വിരൽ ചൂണ്ടുന്നത് അമ്മയ്ക്കും അവന്റെ അമ്മുവിനും നേർക്കാണ്. ഇത്രയും നാൾ മുന്നോട്ട് പോയത് അവർ കാരണമാണ്. താങ്ങി നിർത്താൻ അവർക്കായെങ്കിലും മനസ്സൊരിക്കലും അവന്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. നിങ്ങളെ വിഷമിപ്പിച്ചതിന് ക്ഷമ പറയുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു മകനോ സഹോദരനോ ആകാൻ കഴിയുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ യഥാർത്ഥ ജീവിതം തുറന്നു വെക്കുകയാണ്. ഇനിയെങ്കിലും നിങ്ങൾ അതറിയണം. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന ലേബലിൽ നിന്ന് അനന്തു തന്റെ 2ാം ഭാഗത്തിൽ അവനെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: റേപ്പ് വിക്ടിം. അതെ, കുട്ടിക്കാലം തൊട്ട് ഒരുപാട് അബ്യൂസുകൾ നേരിടേണ്ടി വന്ന ഒരാൾ. RSS എന്ന സംഘടനയിൽ നിന്ന് കുട്ടിക്കാലം മുതൽ അവൻ ഈ അബ്യൂസ് നേരിടേണ്ടി വരുന്നുണ്ട്. അതിലൊരാൾ നിരന്തരം അവനെതിരെ ലൈംഗികാതിക്രമം നടത്തി. അന്ന് പ്രായം 4 വയസ്സ്. NM എന്ന ചുരുക്കപ്പേരിലാണ് അനന്തു ഈ കുറിപ്പിൽ അയാളെപ്പറ്റി പറയുന്നത്. മുൻപ് താമസിച്ചിരുന്ന വീടിനടുത്തുള്ള മാന്യൻ അവരുടെ ബന്ധു കൂടിയാണ്. സഹോദരനെ പോലെയായിരുന്നു അനന്തുവിന് അയാൾ. അദ്ദേഹത്തിനാകട്ടെ അവനൊരു സെക്സ് ടൂളും. പല വിധത്തിൽ അനന്തുവിന്റെ ശരീരം അയാൾ ഉപയോഗിച്ചു. ആ മണം ഇപ്പോഴും തന്നെ ശ്വാസം മുട്ടിക്കുന്നുവെന്ന് അനന്തു ആ കുറിപ്പിൽ പറയുന്നു. NM മാത്രമല്ല, RSS ക്യാമ്പിൽ വെച്ചും ഒരാൾ ഇതേ രീതിയിൽ അവനെ യൂസ് ചെയ്തിരുന്നു. ഫിസിക്കൽ അബ്യൂസ് വേറെയും. കാരണമില്ലാതെ അവരുടെ ദണ്ട് വെച്ച് തല്ലിയിട്ടുണ്ട്. അച്ഛനാണ് അനന്തുവിനെ RSSലേക്ക് കൊണ്ടുവന്നത്. RSS താലൂക്ക് ഭാരവാഹിയായിരുന്നു അനന്തുവിന്റെ പിതാവ്. 2019 ഇദ്ദേഹം വാഹനാപകടത്തിൽ മരിച്ചു. വർഷങ്ങളോളം അവൻ ആ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവനെ ഉപദ്രവിച്ചവരും സജീവ RSS പ്രവർത്തകരായിരുന്നു. NM ഒഴികെയുള്ളവരുടെ പേര് അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. 1.5 വർഷം മുൻപാണ് OCD കണ്ടെത്തുന്നത്. OCD എന്ന് കേട്ടിട്ടില്ലേ? അടുക്കിപ്പെറുക്കി വെപ്പും വൃത്തിയുമായിരിക്കുമല്ലേ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ അതങ്ങനെയല്ല. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. അമിതമായ ആവർത്തിച്ചുള്ള ചിന്തകൾ മനസ്സിനെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കും. ഭയവും ചിന്തകളും കാരണം പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥ. നമ്മൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ കാര്യങ്ങളെ വരെ ഗുരുതരമായി ബാധിച്ചേക്കാം. ആങ്സൈറ്റിയും ഡിപ്രഷനും ജീവിതത്തിന്റെ ഭാഗമായ അനന്തുവിന് OCD കൂടി ഡയഗ്നോസ് ചെയ്തതോടെ അവനെ തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥയായിരുന്നു. ഈ അവസ്ഥ തനിക്കുണ്ടാകാൻ കാരണം ചെറുപ്പകാലത്ത് അനുഭവിച്ച സെക്ഷൽ അബ്യൂസ് ആണെന്ന് ഇതിനുശേഷമാണ് അനന്തുവിന് മനസ്സിലാകുന്നത്. ഡിപ്രഷൻ, ആങ്സൈറ്റി, OCD തുടങ്ങിയ അവസ്ഥകൾ എത്ര ലാഘവത്തോടെയാണ് ആളുകൾ കാണുന്നത് എന്നത് ഈ പറഞ്ഞ പോസ്റ്റിന്റെ കമന്റ് ബോക്സിൽ കാണാൻ കഴിയും.
നമ്മളിൽ പലർക്കും ഇപ്പോഴും പഴയ വട്ട് തന്നെയാണ് പുതിയ ഡിപ്രഷൻ. നമ്മുടെ തലച്ചോറിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു വലിയ ചോദ്യം കൂടിയാണ് അനന്ത് മുന്നോട്ട് വയ്ക്കുന്നത്. എണ്ണം എന്ന പേരിനെ ചുറ്റിപ്പറ്റിയായിരുന്നു പിന്നീട് നടന്ന ചർച്ചകളെല്ലാം. ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസവുമുള്ള ഒരാൾ താൻ നേരിട്ടത് സെക്ഷൽ അബ്യൂസ് ആണെന്ന് തിരിച്ചറിഞ്ഞത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എന്നത് പലരും വിശ്വസിക്കാൻ മടിച്ചു. ആർക്കു വേണ്ടിയാണ് ഇവൻ ഇത് ചെയ്തത്? ചിലർ ചെയ്ത തെറ്റിന് എന്തിനാണ് RSS എന്ന സംഘടനയെ പഴിക്കുന്നത്? ഇവന്റെ അളിയനാണോ ഇതിന് പിന്നിൽ? ആരാണ് അനന്തുവിന്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത്? ഈ ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും വന്നത് സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്നായിരുന്നു എന്നത് മറ്റൊരു വശം. അനന്തുവിന്റെ അനിയത്തി വിവാഹം ചെയ്തത് ഒരു മുസ്ലിം യുവാവിനെയാണ്. അദ്ദേഹത്തിന്റെ PFI ബന്ധം വരെ കണ്ടെത്താൻ ആളുകൾ ഇറങ്ങി പുറപ്പെട്ടു. ഈ പോസ്റ്റിന് പിന്നാലെ RSSനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് പിന്നിൽ അമ്മുവിന്റെ ഭർത്താവാണത്രേ. NM എന്ന ഷോർട്ട് ഫോം അല്ലാതെ മറ്റൊരു പേര് അവൻ എങ്ങനെ മറന്നു എന്നതിനെ ചൊല്ലി മറ്റൊരു വിഭാഗവും വിചാരണ തുടർന്നു. അങ്ങനെയിരിക്കാണ് അനന്തു തന്നെ നേരിട്ടെത്തുന്നത്. കൈപ്പടയിലൂടെയല്ല. അവരാ കുറിപ്പിൽ രസകരമായി പറഞ്ഞതുപോലെ ഒരു മരണമൊഴി. ആ വീഡിയോയിൽ അവൻ പറഞ്ഞു NM ആരാണെന്ന്. നിതീഷ് മുരളീധരൻ, എല്ലാവരുടെയും കണ്ണൻ ചേട്ടൻ. അയാൾ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നു. അയാൾക്കൊന്നും അറിയണ്ടല്ലോ. തല താഴ്ത്തി തന്റെ എല്ലാ വേദനയും ആ വാക്കുകളിലാക്കി അനന്തു പറഞ്ഞു തുടങ്ങി. ആ കുറിപ്പിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ, നേരിടേണ്ടി വന്ന ദുരിതങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, കുറിപ്പിൽ പറഞ്ഞ അതേ മുന്നറിയിപ്പ് അവൻ ആവർത്തിക്കുന്നുണ്ട്. ഒരു RSSകാരനുമായും ഇടപഴകരുത്. അച്ഛനായാലും സഹോദരനായാലും മകനായാലും ശരി. മാനസികമായും ശാരീരികമായും ലൈംഗികമായും അവർ ദുരുപയോഗം ചെയ്യും. ഇനിയൊരു കുട്ടിക്കും ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടാകാൻ പാടില്ല. ഇനിയൊരു അനന്ത് ഉണ്ടാകാൻ പാടില്ല. കരച്ചിലിന്റെ വക്കിലെത്തി നിന്ന് ഇനി ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അനന്തു ആ വീഡിയോ അവസാനിപ്പിച്ചു. അവന്റെ ദുരിതങ്ങളും ജീവിതവും. തിരുവനന്തപുരം തമ്പാനൂരിലെ ലോഡ്ജിൽ കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് ഒക്ടോബർ 9-നാണ് അനന്തുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അസ്വാഭാവിക മരണത്തിന് തമ്പാനൂർ പോലീസ് കേസെടുത്തു. ഇതിന് പിന്നാലെയാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റും വീഡിയോയും എത്തുന്നത്. വിഷയം ദേശീയ ശ്രദ്ധയിലെത്തുകയും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ഇടപെടുകയും ചെയ്തതോടെ കൂടുതൽ കരുതലോടെയാണ് പോലീസ് നീങ്ങുന്നത്. അനന്തുവിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയുമെല്ലാം മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. കേസിൽ പ്രതിയായ നിതീഷ് ഒളിവിലാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാൽ അത് നിലനിൽക്കില്ല എന്ന് അന്വേഷണ സംഘത്തിന് നിയമോപദേശം ലഭിച്ചതിനെ തുടർന്ന് നിതീഷിനെതിരെ പ്രകൃതി വിരുദ്ധ പീഡനമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. RSSനെതിരെ പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. ഒരുപാട് കുട്ടികൾ RSS ക്യാമ്പിൽ പീഡനങ്ങൾക്കിരയായിട്ടുണ്ടെന്നും തന്നെപ്പോലെ പേടി കാരണം തുറന്നു പറയാത്തതാണെന്നും അനന്തു വെളിപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷം കേസുമായി ബന്ധപ്പെട്ട ചില ഇൻസ്റ്റഗ്രാം പേജുകളിൽ ലൈവിലൂടെ എത്തിയ ആളുകൾ തങ്ങൾ നേരിട്ടതും നാട്ടിൽ നടന്ന കാര്യങ്ങളുമെല്ലാം തുറന്ന് പറയുകയുണ്ടായി. ഇതിനുശേഷമാണ് RSS ഒരു ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കുന്നത്. അനന്തുവിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെയെന്നും കുടുംബത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും RSS പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു. അന്വേഷണം ആവശ്യപ്പെടുന്നതിനൊപ്പം RSSന്റെ നിരപരാധിത്വം ഉറപ്പാക്കുമെന്നും ഈ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അനന്തുവിന്റെ മരണമൊഴി പ്രകാരം പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസും DYFIയും പ്രതിഷേധം ശക്തമാക്കി കഴിഞ്ഞു. നിലവിൽ തമ്പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പൊൻകുന്നത്തേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. നിതീഷിന്റെ കാഞ്ഞിരപ്പള്ളി കാപ്പാടുള്ള കട കഴിഞ്ഞ ദിവസം DYFI പ്രവർത്തകർ തല്ലി തകർത്തിരുന്നു. സർജിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കടയാണ് അടിച്ചു തകർത്തത്. ഇയാളുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് റോഡ് ഉപരോധിച്ചും DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയും പ്രതിഷേധം കടുപ്പിക്കുന്നുണ്ട് സംഘടനകൾ. പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ നേതാക്കളും സമ്മർദ്ദം ശക്തമാക്കുന്നു. അനന്തുവിന്റെ മരണത്തിൽ പക്ഷേ വീട്ടുകാർ ഇതുവരെ പരാതി നൽകിയിട്ടില്ല. അനന്തു RSS ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് സുഹൃത്തുക്കളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ അനന്തുവിന്റെ ഈ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നടക്കുന്നത് മറ്റൊന്നാണ്. നിതീഷ് അല്ലാതെ മറ്റാരുടെയും പേര് അനന്തുവിന് അറിയാതെ പോയത് എങ്ങനെയാണ്? അനന്തുവിന്റെ പിന്നിൽ ആരാണ്? RSSനെതിരെയുള്ള ഗൂഢാലോചന. ഇങ്ങനെ പോകുന്നു ന്യായീകരണങ്ങൾ. അതിന് മറുപടി നൽകേണ്ട ഉത്തരവാദിത്തം ഇനി സമൂഹത്തിനാണ്. ചിലപ്പോൾ അനന്തുമാർ നമുക്കൊപ്പവും ഉണ്ടായേക്കാം. നീ ഒരു ആൺകുട്ടിയല്ലേ എന്ന ചോദ്യത്തിന്റെ പിന്നിൽ അവർ വീർപ്പ് മുട്ടുന്നുണ്ടാകാം. കൂട്ടവിചാരണ ഭയന്ന് തുറന്നു പറച്ചിലിനുള്ള ധൈര്യമില്ലാതെ സ്വന്തം സ്വത്വത്തോട് തന്നെ മല്ലിട്ട് അവർ ജീവിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ ഒരു പക്ഷേ തളർന്നു വീണ് ആ ജീവിതത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ അനന്തുവിന് നീതി കിട്ടേണ്ടതുണ്ട്.